CPIM സംഘടനാ റിപ്പോർട്ടിൽ മന്ത്രി സജി ചെറിയാന് വിമർശനം. പ്രസംഗത്തിലും മാധ്യമങ്ങളോടുമുള്ള പ്രതികരണത്തിൽ ശ്രദ്ധയില്ല. ഇത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുവെന്ന വിമർശനം. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചിലർ സജീവമല്ലെന്നും പാർട്ടിയിൽ മോശം പ്രവണത വർദ്ധിക്കുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. തിരുത്തൽ വരുത്തിയില്ലെങ്കിൽ വലിയ അപകടമുണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. റഹീസ് റഷീദ് ചേരുന്നുണ്ട്. റഹീസ്, സംഘടനാ റിപ്പോർട്ടിൽ എന്തൊക്കെ വിമർശനങ്ങൾ ഉണ്ടാവുമെന്ന് കാത്തിരുന്നപ്പോൾ ഇതാ സജി ചെറിയാന് തന്നെ ഒരു തിരിച്ചടി എന്ന് തന്നെ പറയാം. ഈ പറയുന്ന വാക്കുകളിലും പ്രയോഗങ്ങളിലും ഒന്നും ശ്രദ്ധിക്കുന്നില്ല, ശ്രദ്ധിച്ചേ മതിയാകൂ എന്ന് പറയുകയാണോ? റോഷ്നി, ആ തരത്തിലുള്ള വിമർശനങ്ങൾ, ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം സംഘടനാ ദൗർബല്യം പാർട്ടിക്കുണ്ട് എന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു. ആ ദൗർബല്യം പരിഹരിച്ചാൽ മാത്രമേ തുടർഭരണം, മൂന്നാമത്തെ ഭരണത്തിലേക്ക് ഈ ഗവൺമെന്റിന് പോകാൻ സാധിക്കൂ. അതിന് അടിമുടി തിരുത്തൽ ആവശ്യമാണ് എന്ന് സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യം, നേതാക്കൾ ഒന്നടങ്കം തുടർഭരണത്തിലേക്ക് പോകും. അതിനുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന സമയത്ത് പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു, അടിമുടി തിരുത്തൽ വരുത്തിയാൽ മാത്രമേ, സംഘടനാ സംവിധാനത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റിയാൽ മാത്രമേ തുടർഭരണത്തിലേക്ക് പോകാൻ കഴിയൂ എന്ന കാര്യം പറയുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചിലർ സജീവമല്ല എന്ന കാര്യവും ഈ പറയുന്ന സംഘടനാ റിപ്പോർട്ടിലുണ്ട്. അതിൽ പറയുന്ന കാര്യം EP ജയരാജനെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പോലും പങ്കെടുക്കാത്ത ആളുകൾ സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് ഈ പാർട്ടിയെ എങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്ന തരത്തിലാണ് സംഘടനാ റിപ്പോർട്ടിലെ വരികൾ. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് ശേഷം EP ജയരാജൻ സജീവമായി പങ്കെടുത്തിരുന്നില്ല. അടുത്തിടെയാണ് വീണ്ടും അദ്ദേഹം ലൈവായി വന്ന് തുടങ്ങിയത്. ഒപ്പം മറ്റൊരു സെക്രട്ടേറിയറ്റ് അംഗമായ സജി ചെറിയാനും വിമർശനമുണ്ട്. നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിലും എടുക്കാം. എന്തായാലും കൊല്ലത്ത് നിന്ന് ഈ സംഘടനാ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട വിമർശനം തന്നെ അത് സജി ചെറിയാന് നേരെ വിമർശനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് റഹീസ് റഷീദ് പങ്കുവച്ചത്.